ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രിയെ മാത്രം കേന്ദ്രീകരിച്ച് SIT തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുള്ള അപ്പീൽ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന വിജിലൻസ് കോടതി പരാമർശം തിരിച്ചടിയായെന്ന വിലയിരുത്തലിലാണ് അപ്പീൽ നീക്കം. CPM നേതാക്കളടക്കമുള്ള മറ്റു പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിന് സർക്കാരിന് പക്ഷേ എതിർപ്പില്ല. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. N വാസു, A പത്മകുമാർ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ജാമ്യം കിട്ടി പുറത്തു നിൽക്കുമ്പോഴാണ് തന്ത്രിയെ കേന്ദ്രീകരിച്ച് മാത്രമുള്ള സർക്കാർ നീക്കം. തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യത്തിനൊപ്പം തന്ത്രിക്ക് അനുകൂലമായി വിജിലൻസ് കോടതി നടത്തിയ പരാമർശങ്ങൾ റദ്ദാക്കണമെന്നും SIT ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും. വിജിലൻസ് കോടതി വിധി വിചാരണയെ ബാധിക്കുമെന്നാണ് SITയുടെ പക്ഷം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളില്ല. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ അടക്കം ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനാണ്. അതേസമയം ഗൂഢാലോചന നടന്നിട്ടില്ലെന്നായിരുന്നു കൊല്ലത്തെ വിജിലൻസ് കോടതിയുടെ കണ്ടെത്തൽ. വിജിലൻസ് കോടതിയുടെ കണ്ടെത്തലുകൾ തിരിച്ചടിയായി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ അപ്പീൽ നീക്കം. ജനം, കൊച്ചി.